എന്താണ് IVF? അതായത് അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് എപ്പോഴും പറയുന്നത് ജീവിത എന്താ പറയേണ്ടത്, ഒരു ശരീരകോശം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സെല്ലിന് പുറത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രക്രിയയാണ് നമ്മൾ ഇൻ വിട്രോ എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ ശരീരകോശത്തിന്റെ അകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തെയുമാണ് ശാസ്ത്രീയമായി നമ്മൾ ഇൻ വൈവോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്ത് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ. അതായത് എഗ് ആൻഡ് സ്പേം രണ്ടും മീറ്റ് ചെയ്യുന്നത് ശരീരത്തിന് പുറത്താണെങ്കിൽ, അതായത് ഒരു ലാബിൽ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാറുള്ളത്. അതായത് സ്ത്രീയുടെ എഗ്ഗ് പുറത്തെടുക്കുന്നു, പുരുഷന്റെ സ്പേംസും പുറത്തെടുക്കുന്നു. ആ എഗ്ഗും സ്പേമും നമ്മൾ എന്തെങ്കിലും വഴി ലാബിൽ അത് രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാറുള്ളത്. IVF എന്ന പ്രോസസ്സ് നമ്മൾ സാധാരണ 3 സ്റ്റേജിലാണ് ചെയ്യാറുള്ളത്. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയുടെ നമുക്ക് എഗ്സ് ആദ്യം പുറത്തെടുക്കണം എന്ന് നേരത്തെ പറഞ്ഞു. അതായത് എഗ്ഗും സ്പേമും പുറത്തെടുത്ത് ലാബിൽ അതിനെ യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എഗ്സ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ സ്ത്രീക്ക് നമ്മൾ സാധാരണ ആർത്തവചക്രത്തിന്റെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബേസ് ലൈൻ സ്കാൻ ചെയ്ത് അവർക്ക് ആ സൈക്കിളിൽ എത്ര ഫോളിക്കിൾസ് ആണ് ആ ഓവറിന്റെ സർഫസിലേക്ക് വരുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന് 2-ാമത്തെ 3-ാമത്തെ ദിവസം നമ്മളൊരു സ്കാൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ചില ഹോർമോൺ ടെസ്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള അവരുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോണിന്റെ ടെസ്റ്റുകൾ, FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ടെസ്റ്റിന്റെ അളവ് കണ്ടുപിടിച്ച് അന്ന് മുതൽ തന്നെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം മുതൽ തന്നെ ആ സ്ത്രീ ഒരു 10 to 12 days ഡെയിലി ഒരേ സമയത്ത് വന്ന് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, അതിനോടൊപ്പം തന്നെ ആ ഫോളിക്കിൾസിന്റെ ഗ്രോത്തും ആ ഹോർമോണിലുള്ള വ്യതിയാനങ്ങളും നമ്മൾ അതിനോടൊപ്പം തന്നെ മോണിറ്റർ ചെയ്ത് കൃത്യമായി ഒരു 3-4 ഫോളിക്കിൾസ് എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അളവ്, മെച്യൂരിറ്റി അളവ് എത്തിയ ദിവസം അന്ന് രാത്രിയും ഒരു ഇഞ്ചക്ഷൻസ് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിനെ നമ്മൾ ട്രിഗർ ഇഞ്ചക്ഷൻ എന്നാണ് പറയാറുള്ളത്. അതായത് ആ ഫോളിക്കിൾസിന്റെ ഒരു ഫൈനൽ മെച്യൂരിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ. അത് ലാസ്റ്റ് ഡേ രാത്രി കൊടുത്തിട്ട്, ഇപ്പൊ സപ്പോസ് ഇന്ന് രാത്രിയാണ് ആ ഇഞ്ചക്ഷൻ എങ്കിൽ 34 to 36 അവേഴ്സിന് ശേഷം, അതായത് ഇന്ന് രാത്രി ഇഞ്ചക്ഷൻ കൊടുത്ത് മറ്റന്നാൾ രാവിലെ ആ സ്ത്രീയെ അനസ്തേഷ്യക്ക് വിധേയയാക്കി ചെറിയ ഒരു സ്കാൻ ഗൈഡഡ് പ്രോസസ് വഴി ഒരു നീഡിൽ ത്രൂ വെജൈന പാസ് ചെയ്ത് ആ ഫോളിക്കിൾസിനെ എല്ലാം ആസ്പിറേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ആ ഫോളിക്കിൾസിനെ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഫ്ലൂയിഡ് ഉടനെ തന്നെ നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്തുള്ള ലാബിലേക്ക് കൈമാറുന്നു. അവിടെ എംബ്രിയോളജിസ്റ്റ് അത് ഉടനെ തന്നെ സ്ക്രീൻ ചെയ്ത് ഓരോ ഫോളിക്കിൾസിലും ആ കൊടുത്ത ഫ്ലൂയിഡിൽ എഗ്സ് കാണുന്നുണ്ടോ എന്ന് അപ്പോൾ തന്നെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ എത്തുന്നത് വരെ നമുക്ക് ആ എഗ്ഗിന്റെ ക്വാളിറ്റിയോ ആ എഗ്ഗിന്റെ നമ്പറോ മനസ്സിലാകുന്നില്ല. അന്നേ ദിവസം ആ 10 ദിവസത്തെ ഇഞ്ചക്ഷന് ശേഷം ആ ഫോളിക്കിൾസിന്റെ ഫ്ലൂയിഡ് എടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ നമ്പർ ഓഫ് എഗ്സും ക്വാളിറ്റി ഓഫ് എഗ്സും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആ എഗ്സ് ഒരു പ്രത്യേക പ്രോസസ് വഴി, ഡെന്യൂഡേഷൻ എന്ന പ്രോസസ്സ് വഴി അതിനെ ക്ലീൻ ചെയ്തെടുത്ത് അന്നേ ദിവസം തന്നെ ആ സ്ത്രീയുടെ ഹസ്ബൻഡിന്റെ ബീജം ലാബിൽ കൊടുത്ത് ആ ബീജവും നമ്മൾ അതേപോലെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് അതിന്റെ ക്വാളിറ്റി കണ്ടുപിടിച്ച് ഓരോ സ്പേംസും നമ്മൾ പ്രത്യേകമായി നോക്കി ഓരോ സ്പേംസിനെയും ഓരോ എഗിന്റെ അകത്ത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ICSI എന്നാണ്. അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. അതായത് ഓരോ നല്ല മെച്യൂർ ആയിട്ടുള്ള എഗിന്റെ അകത്തോട്ട് ഓരോ ഏറ്റവും ബെസ്റ്റ് സ്പേം ഇൻജെക്ട് ചെയ്ത് അതിനെ ലാബിൽ ഇൻക്യുബേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷമുള്ള 5 ദിവസത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ലാബിലാണ് നടക്കുന്നത്. അതായത് ഭ്രൂണത്തിന്റെ വളർച്ച 5 ദിവസം വരെ അത് ലാബിൽ നടത്തി ആ 5-ാമത്തെ ദിവസം ആ ഭ്രൂണത്തിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഈ പ്രക്രിയ ഞാൻ നേരത്തെ ആ പിക്ചറിൽ കാണിച്ച പോലെ ഫെലോപ്പിയൻ ട്യൂബ്സ് അല്ലെങ്കിൽ അണ്ടവാഹിനിക്കുള്ളിന്റെ അകത്താണ് ഈ 5 ദിവസത്തെ ഗ്രോത്ത് സാധാരണ നടക്കാറുള്ളത്. ഈ 5 ദിവസത്തെ ഈ ഗ്രോത്ത് ഇതാണ് ലാബിൽ സാധാരണ ചെയ്യാറുള്ളത്. ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ലൈഫ്, അതായത് എംബ്രിയോ ഫോർമേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഞാൻ പറയുന്നത് എഗ് പിക്കപ്പ്, അതായത് ആ ഓവറീസിന്റെ അകത്തുള്ള ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസ് കൊടുത്ത് കൃത്യമായിട്ടുള്ള വളർച്ച എത്തിയതിനു ശേഷം അതിനെ അനസ്തേഷ്യ കൊടുത്ത് പുറത്തെടുക്കുക, അതാണ് എഗ് പിക്കപ്പ്. 2-ാമത്തെ പ്രോസസ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എംബ്രിയോ ഫോർമേഷൻ. അത് 5 ദിവസത്തെ പ്രൊസീജിയർ ആണ്, അത് ലാബിൽ നടക്കുന്നു. അപ്പോൾ ഇപ്പൊ 10 to 12 days ഓഫ് ഇഞ്ചക്ഷൻസ് കഴിഞ്ഞ് ബാക്കി 5 ദിവസത്തെ ഗ്രോത്ത് ഓഫ് എംബ്രിയോസ് കഴിയുമ്പോൾ ഏകദേശം 17 ദിവസം കഴിഞ്ഞു. ഇനി ഈ 5-ാമത്തെ ദിവസം ഉണ്ടായ ഭ്രൂണങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ആ ദമ്പതികളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ബട്ട് ആ എംബ്രിയോസ് നമ്മൾ സാധാരണ
അഞ്ചാമത്തെ ദിവസം അതിന്റെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതായത് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് എംബ്രിയോസിനെ നമ്മൾ ലാബിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അതായത് ആ എംബ്രിയോസ് പിന്നെ അഞ്ചാമത്തെ ദിവസത്തിന് ശേഷം വളരുന്നില്ല. ഇന്ന് നോക്കിയാലും നാളെ നോക്കിയാലും എപ്പോഴും അവർ ഡേ 5 എംബ്രിയോസ് ആയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് എംബ്രിയോ ആണ് യൂട്രസിൽ സാധാരണ ഇംപ്ലാന്റ് ആകുന്നത്. യൂട്രസിന്റെ അകത്ത് പോയി ഇംപ്ലാന്റ് ആകുന്ന സ്റ്റേജ് ആണ് ബ്ലാസ്റ്റോസിസ്. അപ്പോൾ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അകത്തോട്ട് നമ്മൾ ഇടുന്നത് വരെ ആ എംബ്രിയോസിന്റെ ഗ്രോത്ത് നമ്മൾ അറസ്റ്റ് ചെയ്ത് ഡേ 5 ലാബിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അത് വൺസ് അത് സ്റ്റോർ ചെയ്തതിന് ശേഷം 10 വർഷം വരെ അതിന്റെ നോർമൽ ടെമ്പറേച്ചറിൽ കൊണ്ടുവരാതിരുന്നാൽ അത് അതേ സ്റ്റേജിൽ തന്നെ അതേ ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രയും കാലം അത് ലാബിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് എംബ്രിയോ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള എംബ്രിയോസിനെ നമ്മൾ തിരിച്ച് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഈ ഇട്ടുകൊടുക്കുന്ന പ്രക്രിയ അതേ സൈക്കിൾ, അതായത് എഗ് പിക്കപ്പ് നടക്കുന്ന അതേ സൈക്കിളിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് വഴി കൂടുതൽ ഫോളിക്കിൾസ് വളർന്ന് ഓവറിയുടെ സൈസും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ബ്ലഡിലുള്ള ഹോർമോണുകളുടെ അളവും വളരെ കൂടുതലായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ആ സൈക്കിളിൽ നമ്മൾ സാധാരണ ആ സ്ത്രീക്ക് റെസ്റ്റ് കൊടുത്ത് ഇതെല്ലാം നോർമലൈസ് ചെയ്ത് അതിനുശേഷമുള്ള സൈക്കിളിൽ ഈ എംബ്രിയോസിനെ അത്രയും നേരം ഫ്രീസ് ചെയ്ത് വെച്ച് അതിനുശേഷം നാച്ചുറലായിട്ട് ആ സ്ത്രീയിൽ വരുന്ന സൈക്കിളിൽ അവരുടെ യൂട്രസ് ലൈനിങ്ങിനെ മാത്രം പ്രിപ്പയർ ചെയ്ത് അത് കൃത്യമായിട്ടുള്ള ഒരു തിക്നെസ്, ബ്ലഡ് ഫ്ലോസ് പാറ്റേൺ എല്ലാം അച്ചീവ് ചെയ്തതിന് ശേഷം ഈ ഭ്രൂണങ്ങളെ തിരിച്ച് യൂട്രസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഏകദേശം ആദ്യത്തെ സൈക്കിളിൽ എഗ് പിക്കപ്പ്, രണ്ടാമത്തെ സൈക്കിളിൽ ഒരു ബ്രേക്ക് കൊടുത്ത് മൂന്നാമത്തെ സൈക്കിളിലാണ് നമ്മൾ ആ സാധാരണ ഭ്രൂണങ്ങളെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഏകദേശം എഗ് പിക്കപ്പും പ്രഗ്നൻസിയും എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ ഏകദേശം മിനിമം 3 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന എഗ് പിക്കപ്പ് സൈക്കിളിൽ തന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ തന്നെ ഈ എഗ് പിക്കപ്പ് സൈക്കിളിൽ തന്നെ 5-ാമത്തെ ദിവസം ആ ഭ്രൂണം ഉണ്ടായ ദിവസം തന്നെ തിരിച്ച് ആ ഭ്രൂണത്തിനെ യൂട്രസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോമൺ ആയിരുന്നു. അതിനെ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് എഗ് പിക്കപ്പ് നടക്കുന്ന അതേ സൈക്കിളിൽ തന്നെ ഭ്രൂണങ്ങളെ അതിനെ നമ്മൾ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതേ സൈക്കിളിൽ ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീയുടെ ഹോർമോണൽ വേരിയേഷൻ കാരണവും അവരുടെ ഓവറികളുടെ സൈസ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാരണവും ചില ഡിസ്കംഫർട്ട് ആ സ്ത്രീക്ക് സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ആ യൂട്രൈൻ കോൺട്രാക്ഷൻസ് കൂടുതലായിട്ട് കാണുന്നത് കാരണം ആ ഇംപ്ലാന്റേഷൻ, ആ ഭ്രൂണം പോയി ഇംപ്ലാന്റ് ചെയ്യാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറഞ്ഞേക്കാം. അതിനാൽ മിക്ക ഫെർട്ടിലിറ്റി സെന്ററുകളിലും ഇപ്പോൾ അത് ഒരു സെപ്പറേറ്റ് മാസത്തിൽ, അതായത് പുതിയതായിട്ട് വരുന്ന എഗ് പിക്കപ്പ് സൈക്കിളിൽ ചെയ്യാതെ അതിനുശേഷം വരുന്ന ഒരു ഗ്യാപ്പ് കൊടുത്ത് അതിനുശേഷം വരുന്ന സൈക്കിളിൽ സാധാരണ ഭ്രൂണം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എഗ് പിക്കപ്പും എംബ്രിയോ ട്രാൻസ്ഫറും എല്ലാം ചേർത്ത് ഏകദേശം 3 മാസമാണ് ആ IVF സൈക്കിളിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ആ ദമ്പതികൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടത്. ഈസ് ഇറ്റ് പെയിൻഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പെയിൻ എന്ന് പറയാനുള്ളത് ഡെയിലി ഞാൻ പറഞ്ഞു ഡെയിലി 10 to 12 days സ്റ്റാർട്ടിങ് ഫ്രം ദ 2nd or 3rd day ഓഫ് ദ സൈക്കിൾ ഡെയിലി അവർ ഹോസ്പിറ്റലിൽ വന്ന് ഏകദേശം ഒരേ സമയത്ത് ഡെയിലി ആ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് മോസ്റ്റ് ഓഫ് ദ കപ്പിൾസ് പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2-3 ഇഞ്ചെക്ഷൻസ് അവർ എടുക്കേണ്ടി വരും ഒരേ സമയത്ത്. അതായത് ഒരു ദിവസം 3 ഇഞ്ചെക്ഷൻസ്, രണ്ടാമത്തെ ദിവസം 3 ഇഞ്ചെക്ഷൻസ്, അങ്ങനെ 10 മുതൽ 12 ദിവസം വരെ ഓരോ ദിവസവും 3 ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതിനെയാണ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് പറയാനുള്ളത്. പക്ഷെ വേദന അത്രയും പറയാറില്ല. ആ കൃത്യസമയത്ത് വന്ന് എടുക്കുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത്. പക്ഷെ ഇഞ്ചെക്ഷൻസ് മോസ്റ്റ്ലി അത് നമ്മൾ സാധാരണ ഡെയിലി ഇൻസുലിൻ എടുക്കുന്നത് പോലെ, അതായത് ഒരു സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള അത്ര ഡീപ്പായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കുറവാണ്. ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ആയിരിക്കും മിക്കതും. എന്നാൽ 2-3 ഇഞ്ചെക്ഷൻസ് ഡെയിലി എടുക്കേണ്ടി വരും. പെയിൻഫുൾ പ്രൊസീജിയർ സാധാരണ അങ്ങനെ ഇഞ്ചെക്ഷൻസ് പെയിൻഫുൾ ആയിട്ട് ആരും കംപ്ലൈന്റ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അനസ്തേഷ്യ കൊടുത്ത് ഈ 10 ദിവസത്തിന് ശേഷം അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ ആ എഗ്സ് പുറത്തെടുക്കേണ്ടതാണ്. ആ എഗ് പിക്കപ്പ് പ്രൊസീജിയർ നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഒരു ട്രാൻസ്വെജനൽ സ്കാനിനോടൊപ്പം തന്നെ ഒരു നീഡിൽ അകത്തോട്ട് പോയിട്ടാണ് ആ എഗ്സ് പുറത്തെടുക്കുന്നത്. അപ്പോൾ നീഡിൽ പ്രിക്ക് സാധാരണ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അതിനാൽ ആ പെയിൻ ആ സ്ത്രീ സാധാരണ അറിയുകയില്ല.
അതിനുശേഷം ചില മൈൽഡ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് വഴി സാധാരണ വളരെ ഈസി ആയിട്ടാണ് ആ പ്രൊസീജിയർ പോകാറുള്ളത്. എന്നാൽ അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ എന്താ പറയാ പെയിൻ അറിയാണ്ടിരിക്കാനുള്ള മൈൽഡ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കാറുണ്ട്. എന്നാലും ഒരു സിവിയർ പെയിൻ സ്ത്രീകൾ സാധാരണ കംപ്ലൈന്റ് ചെയ്യാറില്ല. കൂടുതൽ ബെഡ് റെസ്റ്റും നമ്മൾ സാധാരണ ആരോടും പറയാറില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ് ഇതിന് ശേഷം ആവശ്യം വരാറില്ല. എന്നാൽ ഓവറികളുടെ സൈസ്, നേരത്തെ ഞാൻ ഇനി സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ, അതായത് മെഡിക്കേഷൻസ് ഒന്നും എടുക്കാത്ത ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു സ്ത്രീയുടെ ഏതെങ്കിലും ഒരു വശത്തുള്ള ഓവറിയിലെ ഒരു ഒരു അണ്ടം മാത്രമേ ആ ഓവറി റിലീസ് ചെയ്യത്തുള്ളൂ ഒരു സൈക്കിളിൽ. എന്നാൽ എഗ് പിക്കപ്പ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് വഴി ഒരു ഫോളിക്കിൾ മാത്രമല്ല ഇരുവശത്തെയും ഓവറികളിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോളിക്കിൾസും വലുതാകുന്നു. അപ്പോൾ നാച്ചുറലി ഓവറികളുടെ സൈസും അതിനോടൊപ്പം തന്നെ വളരെയധികം കൂടുന്നു. സൈസ് കൂടുന്നത് വഴിയുള്ള ഒരു മൈൽഡ് ഡിസ്കംഫർട്ട്, അതായത് ഒരു ലോവർ അബ്ഡോമിനൽ പെയിനും ഡിസ്കംഫർട്ടും ഒരു ഡ്രാഗിങ് സെൻസേഷൻ എന്നാണ് സാധാരണ സ്ത്രീകൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അത് വളരെ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, അത് പണ്ട് കാലങ്ങളിൽ വളരെ കോമൺ ആയിട്ട് നടക്കാറുണ്ടായിരുന്നു. അതായത് ഓവറികളുടെ സൈസ് വളരെയധികം കൂടി അബ്ഡോമിനിൽ കുറച്ച് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഒക്കെ ഉണ്ടായി മറ്റു ഓർഗൻസിനെയും സാധാരണ എഫക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് പണ്ട് കാലങ്ങളിൽ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനുള്ള പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് വഴി അങ്ങനെ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ആ കോംപ്ലിക്കേഷൻ ഇപ്പോൾ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. ഇപ്പോൾ പുതിയ പ്രോട്ടോകോൾസ് വഴി അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എഗ് പിക്കപ്പിന് ശേഷം നമ്മൾ സാധാരണ ഒരു ഹൈ ഫ്ലൂയിഡ് ഡയറ്റും ഹൈ പ്രോട്ടീൻ ഡയറ്റും ഒക്കെ കൊടുത്ത് ഈ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് കാണുന്നത് വളരെ റെയർ ആണ്. അന്നേ ദിവസം വൈകിട്ട് തന്നെ ആ സ്ത്രീ നടന്ന് വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതിനുശേഷം ഒരു ഏകദേശം 7 മുതൽ 10 ദിവസത്തിന് ശേഷം അടുത്ത ആർത്തവ ചക്രം ആ സ്ത്രീയിൽ വരികയും ചെയ്യും. ആ അടുത്ത ആർത്തവ ചക്രത്തിന് ശേഷം ഈ പറഞ്ഞ ഈ മെഡിക്കേഷൻസ് എല്ലാം ആ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോവുകയും ചെയ്യും. അതായത് ആ ഹോർമോൺസ്, നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസിന്റെ എഫക്റ്റ് ആ സ്ത്രീയുടെ ഒരു സൈക്കിളിൽ മാത്രമേ ആ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ. ആ ഇഞ്ചെക്ഷൻസ് വഴി ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻസ് നമ്മൾ സാധാരണ കാണാറില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എല്ലാ പ്രിക്കോഷൻസും എല്ലാ കോംപ്ലിക്കേഷൻസും എല്ലാം ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഓവറിയുടെ അളവ് സൈസ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സാധാരണ ഈ IVF ഇഞ്ചെക്ഷൻസ് വഴി കാണാറുള്ളൂ. അതായത് ഒരു ഡ്രാഗിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു ഹോർമോൺസ് കൂടുന്നത് വഴിയുള്ള ചെറിയൊരു നോസിയ, അല്ലെങ്കിൽ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസേ കാണാറുള്ളൂ. അപ്പോൾ പ്രിക്കോഷൻസ് എന്ന് പറയാൻ 2 or 3 ദിവസത്തിന് ശേഷമുള്ള ഇഞ്ചെക്ഷൻസിന് ശേഷമായിരിക്കും ഈ ഓവറിയുടെ സൈസ് കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ പറയും കൂടുതൽ ജർക്കി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതായത് വളരെയധികം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 2 വീലറിൽ ഉള്ള വളരെ ഹംസ് ഉള്ള റോഡിൽ ട്രാവൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വളരെ ദൂരം ഉള്ള ട്രാവൽസ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ട്രിപ്സ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആർക്കും ബെഡ് റെസ്റ്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റ് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല. സഡൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതായത് സഡൻ ആയിട്ട് ടേൺ ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ സൈസുള്ള ഓവറി ആണെങ്കിൽ ആ ഓവറിയിൽ ഒരു ഒവേറിയൻ ടോർഷൻ, അല്ലെങ്കിൽ എന്താ പറയാ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷനുള്ള സാധ്യതകളും ഒവേറിയൻ ടോർഷനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അങ്ങനെ വലിയ സൈസിലുള്ള ഒരു ഓവറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബ്ലഡ് സപ്ലൈ പെട്ടെന്ന് നിന്നു പോകാനുള്ള സാധ്യത, അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ പെട്ടെന്ന് ടേൺ ചെയ്യാൻ ഉള്ള ടെൻഡൻസിയുള്ള എന്തൊരു എക്സസൈസും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതിനോടൊപ്പം തന്നെ ഹൈ ഫ്ലൂയിഡും ഹൈ പ്രോട്ടീൻസും നിറഞ്ഞ ഭക്ഷണം, ഇത് ബോഡിയിലുള്ള കൂടുതൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ഈ ഹൈ ഫ്ലൂയിഡും ഹൈ പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് ഇപ്പം ഹൈ പ്രോട്ടീൻസ് എന്ന് പറയുകയാണെങ്കിൽ എഗ്സ് തിന്നുന്നവരാണ് ആളുകളാണെങ്കിൽ എഗിന്റെ വൈറ്റ്, ഒരു ദിവസം 2 എഗ് വൈറ്റ്, പനീർ, സോയ, ദാൽ, സ്പ്രൗട്ട്സ്, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ ഈ IVF നടക്കുന്ന സൈക്കിളിലും ഈ എഗ് പിക്കപ്പിന് ശേഷമുള്ള അടുത്ത സൈക്കിൾ വരെ അറ്റ്ലീസ്റ്റ് ഒരു 7 to 10 days, എഗ് പിക്കപ്പിന് ശേഷമുള്ള 7 to 10 days ഹൈ ഫ്ലൂയിഡും ഹൈ പ്രോട്ടീൻസ് ഉള്ള ഡയറ്റ്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മാത്രമല്ല, എന്തെങ്കിലും ഇളനീർ, കോക്കനട്ട് വാട്ടർ, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, ജ്യൂസ്, സൂപ്പ്, അങ്ങനെ എന്തെങ്കിലും ഹയർ ഫ്ലൂയിഡ് ആൻഡ് ഹയർ പ്രോട്ടീൻസ് കഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനെ കാണാറില്ല.
സാധാരണയായിട്ടുള്ള സ്ത്രീകളിൽ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ വളരെ ചെറിയ ശതമാനം, ഏകദേശം ഒരു 0.1% കേസുകളിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ആ കോംപ്ലിക്കേഷൻ കാണാറുള്ളൂ.